ഇന്ന് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളെ പറ്റിയാണ് ഈ വീഡിയോ ഞാൻ പ്രതിപാദിക്കുന്നത്. എൻ്റെ മലേഷ്യ റെഡ്ഡി ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ്. കണ്ടോ, മലേഷ്യ റെഡ്ഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അകവും പുറവും നല്ല റെഡ് കളറായി. ഇത് പോളിനേഷൻ വേണ്ടി ഇന്ന് രാത്രി വിരിയുന്ന ഫ്ലവറാണ്. ഇപ്പോൾ കൂമ്പി തുടങ്ങിയിട്ടുണ്ട്. രാത്രി എന്തായാലും ഇത് രണ്ടുപേരും വരും. രാത്രി ആകുമ്പോൾ ഞാൻ വന്ന് പോളിനേഷൻ ചെയ്യും. 7 മണിക്കൊന്നും വിരിയത്തില്ല, ഏകദേശം 9:30 ആകുമ്പോഴാണ് വിരിയുന്നത്. ആ സമയത്ത് നമ്മൾ പോളിനേഷൻ ചെയ്യണം. ആ സമയത്ത് ബട്ടർഫ്ലൈയോ തേനീച്ചോ ഒന്നുമില്ല. അതുകൊണ്ട് മനുഷ്യൻ തന്നെ ഹാൻഡ് പോളിനേഷൻ ചെയ്തു. പോളിനേഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ കാണിക്കുക. അതിനുമ്പ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മൊട്ടാണ്. ഇത് കുറച്ചുകൂടെ അതിലൊരു 4-5 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഫ്ലവറായി വരത്തുള്ളൂ. ഇതിങ്ങനെ കുറേ എനിക്ക് കുറേ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഇത് പോളിനേഷൻ ചെയ്ത ശേഷം കായ എൻ്റെ മലേഷ്യ റെഡ്ഡി ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ്. അടുത്തത് ഞാൻ കാണിക്കാം. ഏകദേശം 1 കിലോയോളമുള്ള ഫ്രൂട്ടാണ്. ഇതിൻ്റെ എൻഡിലൊക്കെ കണ്ട ചെറിയ ചുമന്ന കളർ നിങ്ങൾക്ക് കാണാം. ഇത് പഴുക്കാനൊക്കെ ഏകദേശം അടുത്ത് വരുന്നുണ്ട്. അടുത്തത് പോളിനേഷൻ ചെയ്ത ശേഷം ഈ വർഷത്തെ ആദ്യത്തെ ഫ്രൂട്ടാണ്. പറിക്കാൻ പാകമായിട്ടാണ് നിൽക്കുന്നത്. ഞാനത് കാണിക്കും. ഞാൻ കിളിയൊന്നും കൊത്തായിരിക്കാൻ വേണ്ടി കവറിട്ട് വെച്ചേക്കാണ്. 2 എണ്ണം ഒരേ ടൈപ്പ്. എന്താ എന്ത് ഭംഗിയാന്ന് നോക്കിയാട്ടെ. അടുത്തൂടെ കാണിക്കാം. എന്ത് മനോഹരിയായിട്ട് നിൽക്കുന്ന നോക്കിയാൽ നമ്മുടെ ഡ്രാഗണ്. നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അസുഖമുള്ളവർക്കും കഴിക്കാം, ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം. പോഷക മൂല്യമുള്ളൊരു ഫ്രൂട്ട് വേറെ. പോളിനേഷൻ ചെയ്ത് 30ാമത്തെ ദിവസത്തിൽ പഴമായിട്ട് ഇത്രയും പെട്ടെന്ന് പഴം ഉണ്ടാകുന്ന മറ്റൊരു പഴമായിട്ട് പറഞ്ഞ വേറൊരു ചെടി എല്ലാവരും ഇതിൻ്റെ വീട്ടൊന്ന് വെച്ച് പിടിപ്പിക്കണം. എന്ത് മനോഹരമാണെന്നറിയാമോ. ഇത് കണ്ടാൽ തന്നെ നല്ല രസമാണ്. നമ്മുടെ കൊറോണ വൈറസിൻ്റെ ഒക്കെ പുറത്തുള്ളതിനോടൊക്കെ എങ്ങനെയാണ്. പക്ഷെ ഇത്രയും പോഷക മൂല്യമുള്ള വേറെ ഒരു ഫ്രൂട്ട് ഈ ഭൂമി മാലയാണ് ഇത് കാണാൻ. അത്ര ടേസ്റ്റാണ്. ഞാൻ പറിച്ചു വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇത് കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് നിങ്ങളിന്ന് കാണിക്കാം. കണ്ടോ, എൻ്റെ തൊലി ഒരിച്ചെടുത്ത് എന്താ സിമ്പിളാന്ന് നോക്കിയിട്ടുണ്ടോ. എൻ്റെ തൊലി ഇരിച്ചു കഴിഞ്ഞു. ഒക്കെ കണ്ടോ, നല്ല റെഡ് കളറ്, കറുത്തരി, ചുമന്ന കളർ. നമുക്കൊന്ന് കട്ട് ചെയ്യാൻ. കണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിയാട്ടെ. കണ്ടോ, രണ്ടത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നേ. എന്ത് രസം നോക്കി, എന്തൊരു കളറാ. ഇത് മലേഷ്യൻ റെഡിൽ എത്തിപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പൂവാണ്. മലേഷ്യൻ റെഡിന്റെ പ്രത്യേകത അകവും പുറവും നല്ല റെഡ് കളറാണ്. ഇത് ഈ വലിയ പൂവ് കാണുന്നത് മലേഷ്യൻ റെഡിന്റെ ആൺപൂവാണ്. ഈ വലിയ പൂവാണ്. ഇതിനകത്ത് കണ്ടോ ഒരു ചെറിയ പൂ നിൽക്കുന്നുണ്ടോ, ഇതാണ് പെൺപൂ. ഈ ഇതിനകത്ത് സ്വയം പരാഗണം നടക്കത്തില്ല. അപ്പം നമ്മൾ ഹാൻഡ് പോളിനേഷൻ നടക്കണം. രാത്രി ഒരു 8:30 ആകുമ്പോഴാണ് ഈ പൂ വിരിയുന്നത്. അപ്പം ചിത്രശലഭമോ തേനീച്ചകളോ വണ്ടോ ഒന്നുമില്ല. അപ്പം ഇത് പോളിനേഷൻ നടക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യണം. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് രാവിലെ പോളിനേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ തേനീച്ച ഒരു ഇതൊക്കെ പ്രതീക്ഷ അപ്പോഴത്തേക്ക് ഇതങ്ങ് കൂമ്പും. ഇപ്പോൾ ഈ വെള്ളപ്പൂവിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ രാത്രിയിൽ അത് വിരിയത്തുള്ളൂ. ഞാൻ ഇതിൻ്റെ പൂമ്പൊടിയാണ് കളക്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ടി കുറഞ്ഞൊരു ബ്രഷുണ്ട്. ഒരു സ്മൂത്തായിട്ട് പതുക്കെ നമ്മളിങ്ങനെ ചെറിയൊരു കപ്പിലേക്കാണ് എടുക്കുന്നത്. കണ്ടോ, ഈ വീണെടുക്കുന്ന എല്ലാം എൻ്റെ പൂമ്പൊടിയാണ്. ഈ പൂമ്പൊടി നമ്മൾ പെൺപൂവിൻ്റെ പരാഗണ സ്ഥലത്തേക്കാണ് നിക്ഷേപിക്കുന്നത്. നല്ല മഴക്കോളുണ്ട്. എന്നിട്ട് ഇത് പരാഗണം ചെയ്തിട്ട് ഞങ്ങൾ കവർ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കവർ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം പൂമ്പൊടി കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന പൂമ്പൊടി. കണ്ടോ, ഇത് ഈ ബ്രഷും വെച്ച് ഇതിൻ്റെ പരാഗണ സ്ഥലത്തേക്ക് നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ പൂവിൻ്റെ പരാഗണ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ് പെൺപൂ. നമുക്ക് പരാഗണ സ്ഥലത്ത് ചെറിയൊരു ഹോള് കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ഹോളിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്.
അത് ഉണ്ടോ, ഇതാണ് ഇത് ഹോളെന്ന് പറയുന്നത്. ഇവിടേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനിട്ടു. അങ്ങനെ ഈ പൂമ്പൊടി എൻ്റെ പരാഗണ സ്ഥലത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണല്ലോ പെൺപൂവ്. പെണ്ണത്ത് ചെറിയൊരു ഹോളുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ഞാൻ എൻ്റെ പരാഗണ സ്ഥലത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പരാഗണ സ്ഥലത്തേക്ക് നമ്മൾ നിക്ഷേപിച്ചു. ഇച്ചിരിയും പൂമ്പൊടിയല്ല, കളക്ട് ചെയ്ത് പൂമ്പൊടി മൊത്തം ഇട്ടു. എങ്കിൽ മാത്രമേ ഈ ഫ്രൂട്ട് വലുതായിട്ടിരിക്കും. അതെല്ലാം ചെറിയ ഫ്രൂട്ടാവും. റോഡ് സൈഡൊക്കെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇരിക്കുന്ന ചെറിയ ഫ്രൂട്ട്, അത് പിന്നെ ഏതെങ്കിലും തേനീച്ച ചെറുതായിട്ടൊന്ന് പരാഗണം നടത്തുന്നതുകൊണ്ടാണ് ചെറിയ ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഇങ്ങനെ ഫുൾ പൂമ്പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാമെങ്കിൽ അത് വലിയ ഫ്രൂട്ടായിട്ട് മാറും. ഇതിൻ്റെ പരാഗണം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തിരി പൂമ്പൊടി കൂട്ടിയുണ്ട്, നമ്മളിതിൻ്റെ കളയുന്ന അതുകൂടെ അതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പരാഗണം കഴിഞ്ഞ പെൺപൂവിന് പരാഗണ സ്ഥലത്തേക്ക് നമ്മൾ പൂമ്പൊടിയെല്ലാം നിക്ഷേപിച്ച് കഴിഞ്ഞു. ഇനി മഴയുണ്ട്, ഒരു കവർ ഇട്ട് കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ്.